ഹായ്, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇടുക്കി പാർക്ക് എന്ന് പറയും. അതായത് ഇടുക്കിയിൽ പുതിയതായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ചെറുതോണിയിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി ഇടുക്കി പാർക്ക്. അത് ഒരുപാടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ആളുകൾക്ക് പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. അവർ മെയിനായിട്ട് എല്ലാവരും പോകുന്നിടങ്ങളിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് തന്നെ. അപ്പം ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി കണ്ട് നിങ്ങളെയും കൂടി കാണിക്കാൻ ഒരു വീഡിയോയും കൂടി എടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് കയറി വന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അതിൻ്റെ കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എമൗണ്ട് വരുന്നതാണെങ്കിൽ കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 30 രൂപയും വെച്ചിട്ടാണ് അവിടെ ടിക്കറ്റ് ഉള്ളത്. അതൊരു വലിയ എമൗണ്ടായിട്ട് തോന്നുന്നില്ല, കാരണം ഒരു ദിവസം ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇപ്പോൾ രണ്ടായിട്ടാണ്, പാർക്കും ഉണ്ട്, അല്ലാതെയുള്ള ഒരു മ്യൂസിയം പോലെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ റൈറ്റ് സൈഡിൽ മേളിലോട്ട്, അതായത് ഒരു ചെറിയ മലയെന്നല്ല, ഒരു നല്ലൊരു കയറ്റവും മലയായിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കയറിയാണ് ഞങ്ങൾ മേളിലോട്ട് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. കയറുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് ഒരു 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 രൂപമുണ്ട്. അത് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാനവിടെ ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ചെറിയൊരു കേവ് പോലെ ആക്കിയിട്ട് അതിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകാനുള്ള പാത ഒരുക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അതിൽ കൂടെ കയറി എന്താണെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, കാരണം ഫസ്റ്റ് ടൈം പോകുന്നതല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്കൊരു അറിവില്ല. അപ്പോൾ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്ന് വിചാരിച്ച് മുന്നോട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ല കയറ്റമാണ് കേട്ടോ. കയറ്റമെന്ന് പറഞ്ഞാൽ നിസ്സാര കയറ്റമൊന്നും അല്ല, നല്ല രീതിയിൽ, അതായത് അവിടെയുള്ളവർക്ക് അത് പ്രശ്നമായിരിക്കത്തില്ല. പക്ഷെ നമ്മളെപ്പോലെ മറ്റുള്ള നാടുകളിൽ നിന്ന് വരുന്ന നമുക്കൊക്കെ ആ കയറ്റം നല്ലൊരു കയറ്റം തന്നെയാണ്. ഒരു മല, ശരിക്കും പറഞ്ഞൊരു മലയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ, അതായത് ഇടുക്കി ഡാമിൻ്റെ ഇപ്പുറം ബാക്ക് സൈഡായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതിൽ നമുക്ക് നിന്ന് ഓരോ കയറ്റം കയറി ഓരോ വളവ് വളയുമ്പോഴും നമ്മൾ ഹൈറ്റ് കയറുന്നതനുസരിച്ച് നല്ല വ്യൂ ആണ്. കാരണം അക്കരെയുള്ള, അതായത് ആ താഴത്തെ പ്രദേശങ്ങളും അതുപോലെ തന്നെ അക്കരെയുള്ള മലകളും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ദൂരയിൽ ഓരോന്ന് ചെറുതായി ഇങ്ങനെ വരുമ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു രൂപങ്ങളും ഒരു കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഗ്രാമങ്ങളിലെ, അതായത് ആദിവാസികളോ എന്തോ ആയിരിക്കാം, അവിടുത്തെ പണ്ടത്തെ മനുഷ്യരുടെ ജീവിത ശൈലികളോ അല്ല ജീവിത രീതികളോ ഒരു രൂപങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഇവിടുത്തെ ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാനൊന്നും അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ ചോദിച്ചാൽ. പക്ഷേ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ പാർക്കിനെ കുറിച്ചൊന്നും വലിയ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല. ഞാൻ കാണുന്നത് നിങ്ങളെയും കാണിക്കുന്നു അത്രമാത്രം. പിന്നെ ഇതുപോലെ തന്നെ പല സെക്ഷനായിട്ട് ഓരോ മുന്നോട്ട് പോകും തോറും പലത് ഇങ്ങനെ ഉണ്ട്, രൂപങ്ങൾ പണിതിട്ടുണ്ട്. അത് എനിക്ക് കണ്ടപ്പോൾ തോന്നി നമ്മുടെ അതായത് ആദിവാസി മനുഷ്യരുടെ പണ്ടത്തെ ഓരോ ജീവിത രീതിയും അവരനുഭവിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നതായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയും നല്ല കയറ്റമാണ്. കയറി നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് താഴെ ഓരോ സ്ഥലങ്ങളും വീടുകളെല്ലാം ഇങ്ങനെ താഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. ചെറുതായി ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ വളഞ്ഞു വന്നപ്പോൾ വീണ്ടും അതുപോലെ തന്നെയുണ്ട്. ഇതിൽ ഓരോന്നും എനിക്ക് തോന്നുന്ന ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന കാട്ടാന കുടിലുകൾ ആക്രമിക്കുന്നതും അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ചു തരുന്നതായിട്ടാണ്. നമുക്കിത് ഓരോ പ്രതിമകളുടെ ആ ഓരോ ചെയ്തിരിക്കുന്ന രൂപങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോന്നും അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്താണ് അവിടെ ഉള്ളത്, പാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ്, തണലുണ്ട്, ചില സ്ഥലത്ത് വെയിലും ഉണ്ട്. പിന്നെ ഇങ്ങനെ കയറും തോറും ഹൈറ്റ് കൂടും തോറും നമുക്കിങ്ങനെ വ്യൂ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ നിറയെ പുല്ലുകളും കാടും, ശരിക്കും ഇതിൻ്റെ ബാക്കിലോട്ട് ഫോറസ്റ്റാണെന്നാണ് തോന്നുന്നത്. കാരണം അതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന മരങ്ങളും കാടുകളൊക്കെ കാണാനും പറ്റുന്നുണ്ട്. ഇത് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ രാവിലെയാണ് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കയറി പോകുമ്പോൾ. കാരണം എങ്ങോട്ട് നോക്കിയാലും നിറച്ച് മരങ്ങളും കാടും തിങ്ങി നിൽക്കുന്ന പുല്ലുകളും എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, നിശബ്ദതയും. അതൊക്കെ കാണുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ഇനി പുലിയെങ്ങാനും വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയാലോ എന്നൊരു പേടിയുണ്ട്. കാരണം ഇതിൻ്റെ അടുത്ത് ഏരിയയിലെല്ലാം പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആളുകളൊക്കെ പുലി ഇറങ്ങിയ സ്ഥലങ്ങളാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. നമുക്കറിയില്ല ഉള്ളതാണോ ഇല്ലയെന്ന്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് എന്താണ്, ഉരുൾ പൊട്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ കാണിച്ചു തരുന്ന രീതിയിലാണ് ഇത് കാണുന്നത്. അവരുടെ കുടിലുകൾ പൊളിഞ്ഞതും ആളുകൾ മരിച്ചു കിടക്കുന്നതും എല്ലാം കാണാൻ പറ്റുന്നത്. പിന്നെയും അത് കഴിഞ്ഞ് പിന്നെയും കയറ്റമുണ്ട്. ഇങ്ങനെ ഓരോന്ന് കയറി പോകുമ്പോഴും ഇതുപോലെ ഓരോന്ന് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി. പിന്നെ അതുപോലെ ഇങ്ങനെ പോകുമ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിച്ച് തന്നെ പോകാമെന്ന് പറയാം. നല്ല രീതിയിൽ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിച്ച് കയറി പോകാം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് മേളിൽ മലയുടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ഇരിക്കാനുള്ള ഇതും പിന്നെ ഒരു വീട് പോലെ ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഓപ്പൺ അല്ല, അത് ക്ലോസ്ഡ് ആയിട്ടാണ് എല്ലാം കിടക്കുന്നത്. പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയില്ല. ഇനിയും പണി നടക്കുകയാണോ, ഇനിയും ഇതിലെന്തെങ്കിലുമൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണോ നമുക്കറിയില്ല. നമുക്കൊന്നും പറഞ്ഞു തരാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇതെല്ലാം കണ്ടിങ്ങനെ പോവാം. അങ്ങോട്ട് നോക്കുമ്പോൾ നിറച്ച് മരങ്ങളും കാടും നിശബ്ദതയും. കാട്ടിലെ എന്താ പറയുക, ചീവീടിൻ്റെയും കിളികളുടെയും സൗണ്ടുകൾ മാത്രമേ അവിടെയുള്ളൂ, വേറെ ഒന്നും ഇല്ല. സൈലൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോൾ അവിടുത്തെ 2 സ്റ്റാഫുകൾ എന്തായാലും അവിടെ കണ്ട്. അവരെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം നേരെ വീണത്. കാരണം പേടിച്ചാണ് വരുന്നത്. വല്ല പുലിയോ വല്ലതൊക്കെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. ഒന്നാമത് ഞാനും പിള്ളേരും മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മോനും പിന്നെ നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അമ്മയൊക്കെ താഴെ വെയിറ്റ് ചെയ്ത്. കാരണം ഇത്രയും മല കയറി വരാൻ വയ്യാത്തതുകൊണ്ട്, കാല് വയ്യാത്തതുകൊണ്ട് താഴെ വെയിറ്റ് ചെയ്ത്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രം ഇങ്ങനെ കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനിലാണ് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ 2 പേര് സ്റ്റാഫുകൾ, അവിടെ ക്ലീനിങ് സ്റ്റാഫുകളുണ്ടായിരുന്നു. അവരെ കണ്ട ധൈര്യത്തിൽ എന്തായാലും വിചാരിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഒന്നും കൂടി ഒന്ന് വിശാലമായിട്ട് വീഡിയോ പിടിച്ചിട്ട് പോകാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ അങ്ങ് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. നല്ല, പക്ഷേ അത് ആ വീട് പണിതിട്ടേക്കുന്ന എന്തുവാന്ന് നമുക്കറിയില്ല. അവരോട് നമ്മൾ ചോദിച്ചതുമില്ല, അവരവിടെ ബിസിയാണ്. അത് ഓപ്പൺ അല്ല, അത് ക്ലോസ്ഡ് ആണ്. ഇനി എന്തെങ്കിലും മ്യൂസിയമായിട്ട് ചെയ്യാനാണോ എന്തുവാന്ന് നമുക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അവിടെ മരങ്ങളും ഇങ്ങനെ പുൽത്തകിടികളെല്ലാം എന്താ പറയുക, പ്രത്യേക ഭംഗിയുണ്ട്. പച്ചപ്പ് നിറഞ്ഞ ഇത്. നമുക്കൊക്കെ ഇവിടെ നിന്ന് ഒരു ചെറിയ തണുപ്പുമുണ്ട്, വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നുമില്ല. നമുക്ക് ഈ ഇത്രയും വലിയ ചൂടത്തൊക്കെ നിന്നിട്ട് നമുക്കിങ്ങനെ ഇടുക്കിയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ മരങ്ങളും ആ പച്ചപ്പും എന്താ പറയുക, അവിടുത്തെ ഒരു കുളിർക്കാറ്റും എല്ലാം കൊള്ളുമ്പോൾ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമല്ലേ. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ഇടുക്കി ഡാമിൻ്റെ ബാക്ക് സൈഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറവൻകുറത്തി മലയെന്നാണ് അറിഞ്ഞത്. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഇവിടെ നിന്നാൽ ശരിക്കും കാണാൻ പറ്റും. അത് കുറവൻകുറത്തി മലയാണ് ഈ 2 അപ്പുറവും ഇപ്പുറവും കാണുന്നത് തന്നെ. അത് ഇങ്ങനെ കുറച്ച് ഒരു ഉയരത്തിൽ തന്നെ നമ്മൾ വന്നത്. അതിൻ്റെ ഹൈറ്റിലാണ് ആ മല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പൊളിഞ്ഞ ബിൽഡിങ്ങൊക്കെ മേളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഡാമിൻ്റെ ഭാഗങ്ങളും അവരുടെ ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡാം വെള്ളം കെട്ടി കിടക്കുന്നതാണ്. നമ്മൾ ആ ഡാമിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അവിടെയാണ് ആ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് വന്ന് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളും കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ താഴത്തോട്ട് പോയിട്ടോ. ഇവിടെ എല്ലാം ഒന്ന് സൂം ചെയ്ത് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെല്ലാം കണ്ടു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ താഴത്തോട്ട് ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ മേളിലോട്ട് വരുന്നതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. താഴെ ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ട് ഞങ്ങൾ നടന്നു വന്ന് അവിടെ തൊട്ടാണ് ഞാൻ പിന്നെ അടുത്ത് ഷൂട്ട് ചെയ്തത്. ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ഒരു കൗണ്ടർ. അവിടെ ആണെന്ന് തോന്നുന്നത് സ്പൈസസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് അതങ്ങനെ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു, സ്റ്റാഫുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നത് ഐസ്ക്രീം പിന്നെ സ്പൈസസ് ഐറ്റംസ് എന്തൊക്കെയോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ നല്ല നീറ്റാണ് കേട്ടോ. അതാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ഞങ്ങൾ ചെന്ന സമയത്ത് രാവിലെ പോയോണ്ടാന്ന് തോന്നുന്നു. അവിടെയുള്ള നാട്ടുകാരായിട്ട് പോലും ആളുകളൊന്നും അവിടെ പാർക്കിലില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ടൈം ആയതുകൊണ്ടായിരിക്കാം.
മൊത്തം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ ഈ പാർക്കിൻ്റെ ഭാഗത്താണെങ്കിൽ മേളിൽ ഞങ്ങൾ ചെന്നപ്പോഴും ക്ലീനിങ് സ്റ്റാഫുണ്ട്, അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. താഴെ വന്നപ്പോഴും ക്ലീനിങ് ആണ്, അവരെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇത്രയും മരങ്ങൾ നിന്നിട്ട് ഒരു ഇല പോലും കിടക്കാത്ത രീതിയിൽ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വാഷ്റൂം ഇവിടെയുണ്ട്, മേൽഭാഗത്തും ഉണ്ട് കേട്ടോ വാഷ്റൂം. അതും നല്ല നീറ്റാണ്, ഒന്നും പറയാനില്ല, നല്ല നീറ്റായിട്ട് തന്നെ അവർ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, അവരെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കോ ഒരു ഇലകൾ പോലും കിടപ്പില്ല, നീറ്റായിട്ടെല്ലാം നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ പാർക്കിൻ്റെ ഏരിയ കുറച്ചധികം ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ പാർക്ക് കുട്ടികൾക്ക് വന്നിരിക്കാനും അല്ലെ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും, ഇപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകൾക്ക് വന്നാലും എങ്ങനെ പോലെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളത് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മേളിൽ പോയി അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ പാർക്കിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം നടന്നും അല്ല റെസ്റ്റ് എടുക്കാനും, പിന്നെ ചെറിയൊരു ഏരിയ പിള്ളേർക്ക് വേണ്ടിയുള്ള നല്ലൊരു പാർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും നല്ല രസമുണ്ട് ഇതിൽ കൂടെ നടക്കാൻ. ഞാനും അമ്മയും കൂടി പിള്ളേരെല്ലാം മേളിലോട്ട് പോയി, അവരെല്ലാം അവിടെ അതിനകത്ത് കളിച്ചുകൊണ്ടിരിപ്പുണ്ട് മേളിൽ. ഞങ്ങൾ പിന്നെ ഇതെല്ലാം കണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് ഓരോന്നും ഇങ്ങനെ നോക്കി, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ രീതികളൊന്നും അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് എൻഡിലെത്തുമ്പോഴത്തേക്ക് ഇതുപോലൊരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു സ്റ്റേജ് പോലൊരു ഇതും ചുറ്റിനും സ്റ്റെപ്പ് പോലെ ഇങ്ങനെ പണിത് ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലും ഉണ്ട്. കൊള്ളാം കേട്ടോ, എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങോട്ട് മേളിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് പാർക്കുള്ളത്, കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇടുക്കിയിൽ ഇതുപോലെ നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ടൂറിസ്റ്റുകൾ വലുതായിട്ട് അവിടെ ആരെയും കാണാനില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരിലോട്ട് ഇത് എത്തിയിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞ മേളിൽ പോയ മലയുടെ അവിടെ നിന്നാൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഡാമിൻ്റെ കുറവൻകുറത്തി മലയുടെ ഡാമിൻ്റെ ബാക്ക് സൈഡ് കാണാനും പറ്റും നമുക്ക്. അതുപോലെ ഇപ്പുറത്തുള്ള ഒരു ഏരിയ ഫുള്ള് നല്ല രീതിയിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഫാമിലി ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും പറ്റും. കാരണം ഇതാ ഞാൻ പറഞ്ഞത് കുറവൻകുറത്തി മല വരുന്നത്, അതിൻ്റെ ഇപ്പോൾ ഞാൻ താഴെ ഭാഗത്തെത്തി, അവിടെയാണ് പാർക്കുള്ളത്. ഇപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഈ ഏരിയയൊക്കെ കാണണമെങ്കിൽ ഈ പാർക്കിൻ്റെ ഭാഗത്ത് വന്നാൽ നല്ല അടിപൊളിയായിട്ട് ഈ ഭാഗങ്ങളെല്ലാം കാണാനും പറ്റും, നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട്. എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ ഇവിടെ വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇടുക്കിയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വരിക, വന്നിട്ട് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ആ സ്ഥലങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.